കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഇന്ത്യൻ മീഡിയയിൽ തകർത്താടിയ ഒരു വിഷയമാണ് നാസിക് TCSുമായി ബന്ധപ്പെട്ട വിഷയം. ചില ആൾക്കാർ അതിന് ഗ്രൂമിംഗ് ഗാങ്, അതായത് UK നടന്ന അതിനെപ്പോലെ താരതമ്യം ചെയ്യുന്നു. ചില ആൾക്കാർ അതിന് ലവ് ജിഹാദ്. ഇന്ത്യൻ നാഷണൽ ചാനലിലെ സ്റ്റോറികളാണ്, പ്രത്യേകിച്ച് സ്റ്റോറികളൊന്നുമില്ല, ഇതിനങ്ങ് വികസിപ്പിച്ചെടുത്ത് അങ്ങ് വല്ലാത്ത നിലയിലങ്ങ് ആക്കിയെടുത്തു. ആ രീതിയിലോട്ട് പോകുന്നു. ചില മീഡിയകൾ ഇതിനൊരു ഇൻ്റർനാഷണൽ സ്വഭാവം കൊടുക്കുന്നു. എന്നാൽ എന്താണിത് യഥാർത്ഥത്തിൽ നടന്നത്? അതിനെപ്പറ്റി ഒരു മീഡിയയും ഈ സെൻസേഷണലൈസ് ചെയ്യാതെ ഇത് അനലൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിൻ്റെ പിറകിലുള്ള കാരണം? ഞാനും പല സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാനിത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ലെറ്റ് ഇറ്റ് ഗവൺമെൻറ് കം ഔട്ട് വിത്ത് എ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് പോലീസിൻ്റെ SIT ഉണ്ട്, അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അവരിതിനെപ്പറ്റി കാര്യമായിട്ട് പറയട്ടെ, അതിനുശേഷം ചെയ്യാം. കാരണം ഇതൊരു സെൻസേഷണൽ ഇഷ്യൂ ആണ്, കാരണം കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. കാരണം സത്യം അറിയണം, സത്യം ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞേ മതിയാവത്തുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിൻ്റെ അകത്ത് നീഡ ഖാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പറ്റി പറയുന്നു. ഏകദേശം 7-8 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. TCSനെ പറ്റി വളരെ മോശമായിട്ട് അവരെ താറടിച്ച് കാണിക്കുന്നു. ആദ്യം ഒരു കാര്യം പറയാം, യഥാർത്ഥ കാര്യം. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. TCS എന്ന് പറയുന്ന സംഭവം, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ്, കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. കാരണം ഗ്രാമപ്രദേശങ്ങളിലും 2 ടയർ സിറ്റികളിലും ചെറുപ്പക്കാർക്ക് ജോലി വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലോട്ടും 2 ടയർ സിറ്റികളിലോട്ടും അവർ ഈ കോളിംഗ്, അതായത് കോൾ സെൻറ്റേഴ്സ് അങ്ങോട്ട് മാറ്റുന്നത്. ഇതാണ് അതിൻ്റെ കാര്യം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആഗ്രഹപ്രകാരമാണ് TCS ഇത് ചെയ്തത്. കാരണം കോൾ സെൻറ്റർ ആകുമ്പോഴേ വലുതായിട്ടുള്ള എഡ്യൂക്കേഷനൊന്നും വേണ്ട, അവർക്ക് ജോലി കിട്ടും. അപ്പോൾ അവിടെ നിന്നുള്ള മൈഗ്രേഷൻ സിറ്റികളിലോട്ട് വരുത്തില്ല. ഇതിനു വേണ്ടിയാണ് TCS ഈ പറയുന്ന പല IT സംരംഭങ്ങളും ഈ പറയുന്ന ഈ 2 ടയർ സിറ്റിയിലോട്ട്, നാസിക് എന്ന് പറഞ്ഞൊരു 2 ടയർ സിറ്റിയാണ്, അങ്ങോട്ടൊക്കെ ഇത് പലയിടത്തും ഉണ്ട് ഇതേപോലെ. ഇപ്പം ഞാൻ താമസിക്കുന്ന ഡൽഹിയിൽ ഇത് 2 ടയർ സിറ്റി ഒന്നുമല്ല, മെട്രോ സിറ്റിയാണ്. തൊട്ടപ്പുറത്തായിട്ടാണ് ഗുരുഗ്രാം. ഇവിടെയും താമസിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള കോൾ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഈ നാസിക്കിലുള്ള TCSൽ നേരത്തെ ഏകദേശം 560 പേരാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, കോൾ സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ജോലി ചെയ്യുന്നതിൽ വലിയൊരു ശതമാനം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ്. കാരണം അവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. അവരുടെ ലാംഗ്വേജ് നല്ലതായിരിക്കണം. ഡൊമസ്റ്റിക് ആയിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടും ആൾക്കാരുടെയൊക്കെ കോൾ സെൻറ്റേഴ്സ് ഓപ്പറേഷനാണ്. AI വന്ന ശേഷം ഈ പറയുന്ന 550 നേരെ കുറഞ്ഞ് അത് 225 അങ്ങ് മാറി. കാരണം പല ആൾക്കാർക്ക് AI വന്ന ശേഷം ഈ കോൾ സെൻറ്റേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഇല്ലാതായി. അടുത്ത് നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ നാസിക് കോൾ സെൻറ്റേഴ്സിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം എന്ന് പറയുന്ന 13,500 രൂപയാണ് ടേക്ക് അവേ. എല്ലാം കൂടെ ചേർത്ത് 13,500 രൂപ. ഏകദേശം 1 വർഷം 2 വർഷം അവിടെ ജോലി, 2 വർഷം 3 വർഷം കഴിഞ്ഞ് അവർ ആ ജോലി അങ്ങ് വിട്ട് വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇവരുടെ സാലറി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇത് കിട്ടാൻ വേണ്ടി അവിടെ ഇപ്പോൾ ഒരു 10-20 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ വാക്കിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഏകദേശം 5000 പേരാണ്. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാവുന്നതാണ്. 5000 പേരാണ് ക്യൂ നിന്ന് ഈ പറയുന്ന 20 വേക്കൻസിക്കായിട്ട് വരുന്ന ഈ പറയുന്ന 13,500 രൂപ ശമ്പളം. ഈ 13,500 രൂപ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാം ഇന്നത്തെ സൊസൈറ്റിയിൽ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് വാടക കൊടുത്താണെങ്കിലും ആഹാരം കഴിച്ചാണെങ്കിലും 2 വീലറിനകത്ത് പെട്രോൾ അടിച്ചാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ത്യയുടെ വിഷയമാണ് ഈ TCS നാസിക്കിലുണ്ടായത്, അല്ല മറ്റുള്ള വിഷയമൊന്നുമല്ല. കഴിഞ്ഞ 10-15 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് ഈ ഇതേപോലെയുള്ള ഗ്യാങ്ങുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? കേന്ദ്രം ഭരിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്നവരാണ് അതിൻ്റെ ഉത്തരവാദികൾ.
ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇത് മഹാരാഷ്ട്രയിലാണ്. എത്രയോ വർഷമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സക്കീർ നായിക്, മലേഷ്യൻ കണക്ഷനാണ് ഇതിനകത്തും പറഞ്ഞിരിക്കുന്നത്, നാസിക്കുമായി ബന്ധപ്പെട്ട് മറാഠിയായ സക്കീർ നായിക്, അയാൾക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് അയാളുടെ ഡിസൈപ്പിൾസ്, അതായത് അണികളുള്ള രാജ്യമെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരൻ തന്നെയാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രാക്ടീസ് ചെയ്ത ഡോക്ടറൊന്നുമല്ല, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് MBBS കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തെന്ന് അറിയത്തൊന്നുമില്ല. അതിനുശേഷം ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പീസ് ടീം. അയാളുടെ മറ്റൊരു ഭാവമാണ് കേരളത്തിലെ MM അക്ബർ. അയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. അവസാനം ഇപ്പോഴയാൾ മര്യാദക്കാരനായിട്ട് പോകുന്നു. അതായത് സക്കീർ നായക്കിൻ്റെ മറ്റൊരു ഭാഗമാണ് MM അക്ബർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. MM അക്ബർ എത്ര പേരെയാണ് ഇതേപോലെ കൺവേർട്ട് ചെയ്ത് മറ്റുള്ളതൊക്കെ ആക്കിയിട്ട് അയാളുടെ നീച്ച് ഓഫ് ട്രൂത്തിൽ കൂടെ എത്ര പേരെയാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലുമൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടത്. അതിൻ്റെ മറ്റൊരു ഭാവമാണ് നിങ്ങൾ ഈ കാണുന്ന നാസിക് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ ലവ് ജിഹാദ് എന്നോ ഗ്രൂമിങ് ഗ്യാങ് എന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചു. ആരാ ഇത് തടയേണ്ടത്? എന്തുകൊണ്ട് സക്കീർ നായക്കിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല? ചോദ്യമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇത്രയും വർഷമായി ഇന്ത്യയും മലേഷ്യയും തമ്മിൽ എക്സ്ട്രഡീഷൻ ട്രീറ്റി ഉണ്ട്. എന്തുകൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഈ വാചകവടിയല്ല ഇവിടുത്തെ ആവശ്യം. ഇവിടെ ഹിന്ദു മുസ്ലിം അല്ല ഇവിടെ ആവശ്യം. ഗവൺമെൻറ്റാണ് ഇത് ആക്ട് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. എത്രയോ ഈ സക്കീർ ഈ MM അക്ബറും അവിടെയുള്ള കേരളത്തിലെ ജിഹാദുമായി ബന്ധപ്പെട്ട് എത്രയോ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളാണ് അഫ്ഗാനിസ്ഥാനിൽ അവിടെയൊക്കെ പോയി ബോംബായിട്ട് പൊട്ടിയത്. അപ്പം ഇത് ഈ പറയുന്ന 140 കോടി സമൂഹത്തിനകത്ത് ഇതൊക്കെ ഉള്ളതാണ്. ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനേക്കാളും വലിയ സെക്യൂരിറ്റി ഉള്ള പല രാജ്യങ്ങളും ഉണ്ടാകുന്നു. ഇന്ത്യയിൽ ഈ പറയുന്ന മിഡിൽ ക്ലാസിൻ്റെ അകത്തും ലോവർ മിഡിൽ ക്ലാസിൻ്റെ അകത്തും ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാം പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് നാസിക്കിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. എനിക്കറിയാവുന്ന ചില വസ്തുതയാണ്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടറിനകത്ത് വലിയൊരു ശതമാനം, അതിനകത്ത് ഇപ്പോൾ TCS ആണെങ്കിലും ടാറ്റ ഗ്രൂപ്പ് ആണെങ്കിലും മറ്റുള്ള ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പം ഇതിൻ്റെയൊക്കെ CEO എന്നൊക്കെ പറയുന്ന വലിയ ഹയർ എൻഡിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കളാണ്. ഈ പല കീ ആയിട്ടുള്ള പൊസിഷൻ്റെ അകത്തുനിന്നും ഇന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിങ്ങളെ വെക്കാറില്ല. സെൻസിറ്റീവ് ആയിട്ടുള്ള എയർപോർട്ടിനകത്ത് എയർ ഇന്ത്യ, ഈ പല ഏവിയേഷൻ ഏജൻസികളുണ്ട്. അതായത് ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, മറ്റു പല എയർലൈൻസ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് സെൻസിറ്റീവ് പോസ്റ്റിനകത്ത് മുസ്ലിങ്ങളെ വെക്കാറില്ല. കാരണം സെക്യൂരിറ്റി ഇഷ്യൂ. ഇത് തന്നെയാണ് കാരണം. എന്താണ് ഉണ്ടാകുന്നത്, എന്താണ് പറയാൻ പറ്റുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഈ TCSനകത്ത് ഈ പറയുന്ന ആൾക്ക് ഇത് നോർമൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് റിക്രൂട്ട്മെൻറ്റിൽ അവർക്ക് മെറിറ്റ് ഉള്ളതിൻ്റെ പേരിൽ കയറി വന്നതാണ്. ഇപ്പോൾ TCS പറയുന്നത് നിഡ ഖാന് HR-ഉമായിട്ട് യാതൊരു ബന്ധമില്ല, അവർ HR ഹെഡേ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ മീഡിയ ഉണ്ടാക്കിയ ചില അഴകുഴപ്പൻ സംഭവങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ 2.5 വർഷം മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. അപ്പം അന്ന് ഇതുമായി ബന്ധപ്പെട്ട് TCSന് കംപ്ലൈൻറ്റ് കൊടുത്തു. അന്ന് TCS ചില ആൾക്കാരെ അവിടുന്ന് ഇവിടുന്നൊക്കെ മാറ്റി. ഈ പറയുന്ന ഹിന്ദു പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, ഇവരെ ഹോട്ടലിൽ കൊണ്ടുപോകും, ഇതൊക്കെ ഉള്ള സംഭവം, ഇതൊക്കെ ഉണ്ടായതാണ്. ഇതിനകത്ത് സെക്ഷൽ ഹറാസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, സെക്ഷൽ മോളസ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട്. ജോലി ഇന്ത്യയിൽ ഒരു പ്രശ്നമാണെന്ന്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 13,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഈ പറയുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളുടെ ബഹളമാണ്. പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ വെച്ചത് കൺട്രോൾ ചെയ്യും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഗവൺമെൻറ് ഉത്തരം തരുന്നില്ല. വേറെ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. 13 പ്രാവശ്യമാണ് കഴിഞ്ഞ 10-11 വർഷം കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിനോട് ഹോം മിനിസ്റ്ററോടും ചോദിച്ചത്, ഇന്ത്യയിൽ ലവ് ജിഹാദ് ഉണ്ടോ? പാർലമെൻറ്റിൽ വരെ ചോദ്യങ്ങൾ ചോദിച്ചു. ഗവൺമെൻറ് കൊടുത്ത ഉത്തരവ് എന്തുവാ? അങ്ങനൊരു സംഭവം ഇന്ത്യയിലില്ല. അങ്ങനൊരു സംഭവം ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാ. അതാ ഇതിൻ്റെ കാര്യം. അതായത് യഥാർത്ഥ കാരണം. ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ റീസൺ എന്താ? അത് കഴിഞ്ഞ്
സിനിമകൾ ഉണ്ടാക്കുന്നു. കേരള ഫയൽസ്, കാശ്മീർ ഫയൽസ്, ആ ഫയല്, ഈ ഫയല്, കേരള സ്റ്റോറി. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന്? യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം, കാരണം കേന്ദ്ര ഗവൺമെൻറ്റിന് ചില കാര്യങ്ങൾ ഒതൻറ്റിക്കായിട്ട് പാർലമെൻറ്റിലോ അതായത് പബ്ലിക്കുമായിട്ട് പറയുമ്പോൾ അവരുടെ എവിഡൻസ് വേണം കൃത്യമായിട്ടും. കാരണം എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നു? വെറുതെ ഈ പറയുന്ന സെൻകുമാർ പറയുന്ന പോലെ പറയാൻ പറ്റത്തില്ല. ഇതുപോലെ പല ആൾക്കാരും പല ഇതുപോലെ റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് വെച്ച് പറയാൻ പറ്റത്തില്ല. കേരളത്തിലെ പെൺകുട്ടികൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ സിറിയയിലും പോയി, അത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ജനറലൈസ് ചെയ്ത് ലവ് ജിഹാദാന്ന് പറയാൻ പറ്റത്തില്ല. കോർപ്പറേറ്റ് സെക്ടറിന് ഒന്നടങ്കം ഈ അർണബ് ഗോസ്വാമി പറഞ്ഞ രീതിയിൽ പറയുകയാണ്. ഇതൊക്കെ അടച്ചു പൂട്ടണോ? കോർപ്പറേറ്റ് സെക്ടർ അടച്ചങ്ങ് പൂട്ടണോ? എത്ര പേരുടെ ജോലി ഇല്ലാതായി പോകും. സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ ആ സമയത്ത് ഡീല് ചെയ്യാൻ ഇവിടെ പോലീസ് വേണം, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ വേണം, ഈ പറയുന്ന TCS തയ്യാറാകണം. അവർക്ക് അതിൻ്റെ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ താറടിക്കുന്നത് ശരിയല്ല. കാരണം 2 ദിവസം 3 ദിവസം കൊണ്ട് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിന്നു. കാരണം ഈ മീഡിയ പറഞ്ഞ മുഴുവനും കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്തു. അതായത് വെറുതെ ഒരു സെൻസേഷനലൈസ് ഉണ്ടായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കരുത് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിയുമായിട്ട്. അതായത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് ജോലിയുടെ പ്രശ്നം. അതേപോലെ ഈ അസംഘടിതമായിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ഇതേപോലെയുള്ള റാഡിക്കൽ ഇസ്ലാം പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന ഇന്ത്യയിൽ കൂടുന്നുണ്ട്. അതായത് ഒരു ഡോക്ടർ ഈ ടെററുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കാണുന്ന ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിൽ ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെന്താ ധരിക്കുന്നത്? ഇന്ത്യയിൽ ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് എലീറ്റ് പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു ഡോക്ടർക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ, അയാൾക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു സാധാരണ മുസ്ലിമായി എനിക്ക് താല്പര്യം ഉണ്ടാകാൻ പറ്റില്ല? ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. ഡീറാഡിക്കലൈസേഷൻ പ്രോസസ്സാണ്. അത് ഗവൺമെൻറ്റാണ് ഫെയിലിയർ. അത് കമ്മ്യൂണിറ്റിയെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും വലിയ കമ്മ്യൂണിറ്റിക്കകത്ത് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇൻ്റലിജൻസ് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, മറ്റുള്ള ഏജൻസികളുണ്ട്. അവരെന്ത് കുന്തമാണ് ചെയ്യുന്നത്? വിദേശത്തു നിന്ന് ഇതേപോലെയുള്ള മലേഷ്യയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല? ഇതിനും പാകിസ്ഥാനാണോ ഉത്തരവാദി? ഇത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്നൊരു ഇഷ്യൂ ആണ്. വിദേശത്തിന് ഫണ്ട് സഹായം വരുന്നു. സക്കീർ നായക് എന്ന് പറഞ്ഞ് വലിയൊരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ആൾ മലേഷ്യയിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അയാളെ തിരിച്ചു കൊണ്ടുവന്ന് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയുന്നില്ലേ? ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിനൊന്നും ഉത്തരം തരുന്നില്ല. അല്ലാതെ ഇവിടെ ഗ്രൂമിങ് ഗ്യാങ്ങും ഈ സംഭവമല്ല ഇവിടെ പറയേണ്ടത്. നമ്മുടെ തെറ്റുകളാണ് പറയുന്നത്. നമുക്കിവിടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് ഈ 13,000 രൂപയ്ക്ക് സാലറി മേടിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പിന്നെ എന്തോ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്? എന്ത് ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അതായത് നമുക്കിവിടെ ജോലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് ഇവിടുത്തെ ചാനലുകൾ പറയുന്നു ഈ പറയുന്ന കോൾ സെൻറ്റേഴ്സും കോർപ്പറേറ്റുകളെല്ലാം അടച്ചിടാൻ. ഇതിനകത്ത് അതേപോലെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP നേതാവ് പറയുന്നു കോർപ്പറേറ്റിനകത്ത് മുഴുവൻ ഹിന്ദുക്കളെ കയറ്റിയാൽ മതി. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. എവിടെയാണ് ക്യാൻസർ ഉണ്ടായത്, എവിടെയാണ് പ്രശ്നം, അത് സർജറിക്കലായിട്ട് അത് മുറിച്ചു മാറ്റുക. എന്നാൽ അത് മുഴുവനായിട്ട് ജനറലൈസ് ചെയ്യുമ്പോഴാണ് ഇന്ത്യയിൽ ഇത് ഇഷ്യൂ ഉണ്ടാവുന്നത്. ഈ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? അല്ല, അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അപ്പം ആ രീതിയിലല്ല ജനറലൈസ് ചെയ്യേണ്ടത്. പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലോകത്തെല്ലാ രാജ്യത്തും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? അതിനെയാണ് കർട്ടയിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ മുഴുവനും ജനറലൈസ് ചെയ്ത് ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടർ വളരെ മോശമാണ്, അവിടെ ജോലി ചെയ്യാൻ പോകുന്ന അടച്ചിടണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫാമിലിക്കകത്ത് പ്രശ്നമുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വിദേശ ശക്തികളുടെ പണവും സ്വാധീനവും ഉണ്ടാകും. അതിനെ എങ്ങനെ തടയാൻ സാധിക്കും? ഒരു FCRയിലൊന്നും ഇത് കയറി പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വിദേശത്തു നിന്ന് പണം വരണം. അതിന് FCRയുടെ ആവശ്യമൊന്നുമില്ല.
മറ്റു പല റൂട്ടുകളുണ്ട്. ഇന്ത്യ എന്താ ഹവാലയുടെ കേന്ദ്രമാണ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കള്ളപ്പണം വരികയും ഒഴുകുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അപ്പം അതിനെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? എങ്ങനെയാണ് നാഷണൽ സെക്യൂരിറ്റിക്ക് മോശമായ രീതിയിൽ പോകാൻ സാധിക്കുന്നത്? വേറെ കാര്യങ്ങൾ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ സ്പൈ, അതായത് ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സ്പൈ വർക്ക് മുസ്ലിങ്ങളല്ല, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. ഞാൻ പറഞ്ഞൊന്നുമല്ല, ഗവൺമെന്റിന്റെ കണക്കുകൾ തന്നെ, അജിത് ഡോവൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കെതിരെ ഒരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാൻ പല ശക്തികളും ലോകത്തുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടർ വലിയ സംഭവമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഉണ്ടാവരുത്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് സെക്ടറിൻ്റെ ആവശ്യം, അവരോട് പറഞ്ഞ റിക്വസ്റ്റാണ് ഇന്ത്യയുടെ 2 ടയർ 3 ടയർ സിറ്റികളിൽ IT വരണം, അവിടെയും ജോലി കിട്ടണം ചെറുപ്പക്കാർ. അതിന് TCS ചെയ്തു. TCS എന്ന് പറയുന്ന ഒരു കമ്പനി ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് TCS. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഇന്ത്യക്ക് വേണ്ടി നിലനിന്ന കമ്പനിയാണ്. ഇതിൻ്റെ പേരിൽ TCSനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, അവരൊക്കെ ഉദ്ദേശിക്കുന്ന മറ്റു തലത്തിലോട്ടാണ്. അതാണ് ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ടായി, അതിനെ എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക, എങ്ങനെയാണ് റാഡിക്കൽ ഇസ്ലാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെയുള്ള മീഡിയ ഹൈപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വലിയൊരു ഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള താറടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആൻറ്റി ഇന്ത്യ ആയിട്ട് മാറുകയാണ്. അതിനുള്ള അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കരുത്.